ഹായ് ഹലോ ഗൈസ്, ഇന്നെന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ ജയിലിലാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ട്രവാണെങ്കിൽ ഒരു കള്ള കേസ് കുടിക്കുക. നമ്മളിപ്പോൾ ജയിലിലാണ്. ഓക്കെ, ഒന്ന് സാറിന് ചാക്കനാപ്പിച്ചാലോ? ചാക്കനാപ്പിക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഇവിടെ കിടന്ന വാക്കിങ്. ഇപ്പം നമ്മളെ ജയിലിൽ പോലും വിടുന്നില്ല. എൻ്റെ ആണെങ്കിൽ സാറേ ഒന്ന് പുറത്തു വിടും സാറേ, പ്ലീസ് സാറേ. നിന്നെയൊന്നും പുറത്തുവിടാൻ പറ്റത്തില്ല, നീയത്തെ ക്രിമിനലാ. ഇല്ല സാറേ, ഞാനല്ല സാറേ, ഈ ട്രവർ എന്ന് പറയുന്ന ഒരുത്തനാ. ഒന്നും പറയണ്ട, എല്ലാം നമ്മ തരും. ഓക്കെ സാർ, എങ്ങനെയാണെങ്കിൽ സഞ്ജയ് ചേട്ടനെങ്കിലും ഒന്ന് കാണിച്ചാ പ്ലീസ് സാറേ. അതൊന്ന് കഷ്ടമുണ്ട് സാർ. അയ്യോ ഗൈസ് തല്ലുന്നു. അയ്യോ ഗൈസ് ഓടിക്കോ. നമ്മുടെ സഞ്ജയ് ചേട്ടനാണെങ്കിൽ ഏറ്റവും ലാസ്റ്റിലെ ജയിലിലാണ് ഇട്ടേക്കുന്നത് ഗൈസ്. സത്യം പറയാനാണ് വരെ നിന്നെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കും. അയ്യോ എൻ്റെ കടുപിടിഞ്ഞേ ഗൈസ്. ഓ പോലീസുകാർ പൊട്ടന്മാരാണ്. നമ്മൾ വെടി വെക്കുന്നോ? ഇവിടെ കൂടെ ചെറുതായിട്ട് ചോര വീടുണ്ട്. അതിന് ട്രവറിനെ കണ്ട 32 പല്ല് പഠിച്ചാണ്. അയ്യോ ഗൈസ്, നമ്മൾ സഞ്ജയ് ചേട്ടൻ ഏറ്റവും ലാസ്റ്റിലെ ജയിലില്ല. അവിടെ ഓടിക്കൊണ്ടിരിക്കണോ? കാണാൻ ആണോ ഗൈസ്? നമ്മൾ സഞ്ജയ് ചേട്ടൻ്റെ ജയിലും തുറന്നു കിടക്കുക. ഓക്കെ, അവിടെ വെടി വെച്ച് സഞ്ജയ് ചേട്ടൻ ഓടിവാ. നമ്മുടെ ഫ്രാങ്കിലാണെങ്കിൽ കട്ടോട്ടോ, ഇവിടെ ആണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം. നമുക്ക് RPG ഒരു വെടിയൊക്കെ. ഓക്കെ, പിന്നെ എൻ്റെ ഒരു RPG വെപ്പണേ ഉള്ളൂ. പിന്നെ ഒരു പറ്റില്ല അടിക്കുന്ന വാച്ച്. ഫ്രാങ്കിന് പിന്നെ ജിമ്മൊക്കെ എടുക്കുന്നത് നീക്കണം. നമ്മുടെ വണ്ടി അവിടെയൊക്കെ നമ്മുടെ താറ് തീ പിടിക്കുമോ? വെടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം കൂടെ. നമുക്ക് അവിടെ സഞ്ജയ് ചേട്ടനാണെങ്കിൽ അവിടെ ഭയങ്കര അടിയാണ് കേട്ടോ. അടിയോടടി നിർത്താതെ അടിയാണ് കേട്ടോ ഇവിടെ ഗൈസ്. നമുക്ക് ചെറുതായിട്ട് ഇടിച്ചൊക്കെ ഇടാം. സഞ്ജയ് ചേട്ടൻ വന്ന് വണ്ടി കയറേ. അവിടെ നീ പൊക്കോടാൻ വീട്ടിലോട്ട് കലാപം ഒന്ന് കഴിയട്ട്. ഓക്കെ സഞ്ജയ് ചേട്ടാ, ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് പോകണേ. ഇവിടെ നിന്ന് നമ്മളുണ്ട് കേട്ടോ. പിന്നെ അണ്ണൻ, ഞങ്ങളുടെ അണ്ണനാണെങ്കിൽ ദിവസവും ജിമ്മൊക്കെ എടുക്കും. ഞാനാണെങ്കിൽ ജിമ്മൊന്നുമില്ല. അണ്ണനെ അതിന് ഇരുമ്പ് പോലുള്ള ബോഡിയാണ് അണ്ണൻ ചെയ്ത്. അണ്ണന് പിസ്റ്റലും ഒന്നാം വന്നാൽ കൂടി ഒടിയും കുടിക്കും. ഞങ്ങളല്ല അവിടില്ലേ ഞങ്ങളുടെ സ്കൂളിൽ. അതാണെങ്കിൽ അണ്ണനാണെങ്കിൽ ഗൈസ് അവിടെ വണ്ടി കത്തി പിടിച്ച് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഗൈസ്, രക്ഷപ്പെടും ഗൈസ്. അങ്ങനെ ഞാനാണെങ്കിൽ കൃത്യസമയത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. മോനെ സാവനെ നമ്മൾ എന്നെ രക്ഷപ്പെട്ടു. അയ്യോ എന്നെ നട്ടലൊടിഞ്ഞ കേസ്. നമുക്കിപ്പോൾ ഇനി ട്രവറിൻ്റെ പൂക്കാപ്പൻ്റെ അടിച്ച് പൊട്ടികളെ. അതാ കാരണമാണ് ഞാനിപ്പോൾ ജയിലിലായത്. ജിമ്മി ചേട്ടാ, നമുക്ക് കുളിക്കാം. മോനെ സഞ്ജയ്, ജിമ്മി ചേട്ടാ, സഞ്ജയ് ചേട്ടാ, ഞാൻ കുളിച്ച് കയറിയേ വരണേ. ഇനി നമ്മത്തെ ടവറിനെ മൂക്കമ്മൻ അടിച്ച് പൊട്ടിക്കാം. അതേ ജിമ്മി ചേട്ടാ, നമുക്ക് ഇടിച്ച് നോക്കാൻ വേണ്ടി ഒരു പരിപ്പ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് മാറ്റാം. അയ്യോ ക്യാപ്പ് ഉണ്ടായിരുന്നു കേസ്. മുട്ടയൊന്നും അല്ല കേസ്. അത് ഈ സെറ്റിന് അങ്ങനെയാണ്. മുടിയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും വരും കേട്ടോ. മാസ്ക് ഓക്കെ, ഇപ്പം സെറ്റായിട്ടുണ്ട്. ബാ ജിമ്മി ചേട്ടാ, നമുക്ക് പിന്നെ അവനെ പരിപ്പളക്കണം. മോഡിഫിക്കേഷൻ ഷോപ്പിലാണ് അവൻ്റെ അവിടെ ജോലി. അവൻ പോലീസിനെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്താ മോനെ. പോലീസെന്ന് അവൻ കിടന്ന് വിളിച്ചു. നേരത്തെ പോലീസ് വിളിച്ച എന്ത് വയസ്സ്. പിന്നെ അവനാണെങ്കിൽ ഹിന്ദി അറിയാം, മലയാളം അറിയാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിടാം. സ്റ്റാർട്ട് ചെയ്യാം. സഞ്ജയ് ചേട്ടാ വന്ന് വണ്ടി കയറ്. സഞ്ജയ് ചേട്ടൻ എന്തു ലാഗ് അടിക്കുന്ന. അതൊന്ന് വന്ന് വണ്ടി കയറ്. നീ റിവേഴ്സായി കട പൊട്ടാ. ചേട്ടാ സോറി. വന്ന് വണ്ടി കയറ്. കേറുവാടാ എന്റെ പൊന്ന് മോനെ. എന്ത്, ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഒന്ന് കയറിക്കൂടെ? കയറി പിടിച്ചിരുന്നോണേ എന്നാ വണ്ടി വിടുവാണേ. സ്പീഡിലൊന്നും വിടല്ല കേട്ടോ, ഞാൻ ചാവും. എനിക്ക് പേടിയാ. അമ്പടാ, എങ്ങനെ പേടിച്ചാൽ മതി. എനിക്ക് പോലും ഇല്ല ഇത്രയ്ക്ക് പേടി. ഡ്രൈവറിന് പോലും ഇല്ല. നമുക്ക് അങ്ങോട്ടാന്ന് ഗരേജ് ഓട്ടോരക്ഷ പേടിച്ച്. ബാക്കിൽ ലൈറ്റ് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. മോഡിഫിക്കേഷന്റെ ഷോപ്പിലാ മോനെ വർക്ക് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടാ. ഓക്കെ നമുക്ക്
അണ്ണനാണെങ്കിൽ ചൊരിച്ചൊക്കെ പോകുന്നുട്ടോ. ഞാൻ പിന്നെ എന്തിനാ ബോംബെ പോയിട്ട് എന്തിനാ മാജിക് പിടിച്ചേ? പക്ഷെ അതാ എൻ്റെ എല്ലാം നിന്നോട് പറയാൻ പറ്റീരാ? ആ എന്താ ഒന്നും ഇല്ലടാ. അങ്ങനെ വരിക്കുക. താണ്ടിരിക്കുന്നല്ലോ. എന്തോടത് പതിവില്ലാതാ? എടാ സഞ്ജി ഒന്നും അറിയാത്ത പോലെ ചെയ്തു. എടാ പിന്നെ ഈ ബൈക്കൊന്ന് മോഡിഫിക്കേഷൻ ചെയ്താണ്, കളറൊക്കെ മാറ്റി കുട്ടപ്പനാക്കണമായിരുന്നു. നിനക്കത് ചെയ്യാൻ പറ്റുമോ? ചെയ്തു തരാം. ഇറങ്ങി ഓക്കേടാ, നീ ചെയ്തു താ അങ്ങോട്ട്. അവനെ AK-47 എടുത്താൽ തീർത്തുകളടാ. ചേട്ടൻ പറഞ്ഞ അത് ചെയ്യാതിരിക്കോളാ ഫ്രാങ്ക്ലിൻ, അല്ല ശ്രാവൺ. എടാ വെടി വെച്ച് തീർക്കട്ടെ ഇവരെ. ഒരു കാര്യമില്ല, നീ തന്നെ മരിച്ചോ. സഞ്ജയ് ചേട്ടാ മാസ എന്നെ പൊക്കി പറയില്ല കേട്ടോ. എല്ലാരും ഈ ചാനൽ ലൈക്കും സബും ചെയ്യണം. അപ്പം എല്ലാത്തും ബായ്.